ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ RSSനെ കടന്നാക്രമിച്ചും പാണക്കാട് കുടുംബത്തെ വാനോളം പുകഴ്ത്തിയും രമേശ് ചെന്നിത്തല. പാണക്കാട് കുടുംബം എല്ലാവരെയും ചേർത്തു പിടിക്കുന്നു. ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് സംഘർഷങ്ങൾ ഉണ്ടാവാതിരുന്നത് പാണക്കാട് ശിഹാബ് തങ്ങൾ കാരണമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇവിടെ കേരളത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാവുന്നിടത്ത് നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനം ഐക്യത്തിൻ്റെതാണ്, യോജിപ്പിൻ്റെതാണ്. ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ സമാധാനത്തിന്റെ ദൂതുമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പോകുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിനും മതേതരത്വത്തിനും വലിയ വലിയ സംഭാവനയാണ് നിങ്ങൾ നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. KMCC നേതാവിന്റെ വീട്ടിൽ വെച്ച് രമേശ് ചെന്നിത്തല മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെ ചർച്ചയിൽ പങ്കെടുത്തു. മുസ്ലിം ലീഗ് എല്ലാ കാലവും തന്നോടൊപ്പം ഉണ്ട് എന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ലീഗുമായി രാഷ്ട്രീയ രംഗത്ത് ഞാൻ ഉള്ളിടത്തോളം കാലം ഒരകൽച്ച എനിക്കുണ്ടായിട്ടില്ല. ശിഹാബ് തങ്ങളുടെ കാലം മുതൽ ഇതുവരെ സാദിഖ് അലി തങ്ങളുടെ കാലം വരെ ഉള്ള ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ബന്ധം ആണ് എനിക്കുള്ളത്. അതൊരിക്കലും ആ ബന്ധം ഇല്ലാതാകില്ല. ആ ബന്ധം സുദൃഢമായി തന്നെ മുന്നോട്ട് പോകും. എല്ലാ കാലത്തും എന്നോടൊപ്പം ഉണ്ട്, ഇനിയും ഉണ്ടാകും. വിപിൻ C. വിജയൻ മലപ്പുറത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. വിപിൻ, നമ്മൾ കരുതിയതിനേക്കാൾ കുറെ കൂടി ഗൗരവമുള്ള രാഷ്ട്രീയ ചർച്ചകൾ അവിടെ നടന്നിട്ടുണ്ട്. കാരണം രമേശ് ചെന്നിത്തലയുടെ പിന്നീടുള്ള പ്രതികരണം, അദ്ദേഹം എല്ലാ കാലത്തും ലീഗ് തന്നോടൊപ്പം ഉണ്ട്, ഇനിയും ലീഗ് തന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുന്നത് വെറുതെ അല്ല, ഈ വേദിയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും വെറുതെ അല്ല. അപ്പോൾ ആ സൂചനകളൊക്കെ ശക്തമാക്കുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയും അതിനുശേഷമുള്ള പ്രതികരണവും, അല്ലേ വിപിൻ? അതെ വിജയകുമാർ, ഇന്നിപ്പോൾ ഈ ജാമിയ നൂരിയയുടെ വാർഷിക സമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള ഒരു സെക്ഷൻ ഉദ്ഘാടനത്തിനാണ് രമേശ് ചെന്നിത്തല എത്തിയത്. ആ സെക്ഷനെ എത്തുന്നതിന് മുൻപായിരുന്നു KMCC നേതാവിന്റെ വീട്ടിൽ വെച്ചുള്ള ഈ കൂടിക്കാഴ്ച നടന്നുവെന്ന് സമ്മതിക്കുന്ന രമേശ് ചെന്നിത്തല അവിടെ സ്വാഭാവികമായും UDFന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമല്ലോ എന്നുള്ളതാണ് ഒരു പ്രതികരണം ഉണ്ടായത്. മറ്റ് ഏറ്റവും പ്രധാനമായത് രണ്ട് ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ പ്രധാനമായും ചോദിച്ചത്. അതിൽ ഒന്നാമത്തേത് ലീഗുമായി ഒരു കൂട്ട് വീണ്ടും ദൃഢമാവുന്നല്ലോ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാലത്തും ലീഗ് തനിക്കൊപ്പമുണ്ട്, താൻ തിരിച്ചുമുണ്ട് എന്നുള്ളതായിരുന്നു. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മുഴുവനായും ലീഗുമായി ഏറ്റവും അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, ഇപ്പോൾ NSSന്റെ വേദിയിൽ പോകുന്നു, അവിടുന്ന് പിന്തുണ ലഭിക്കുന്നു, SNDPയുടെ പരസ്യ പിന്തുണ ലഭിക്കുന്നു, അങ്ങനെ സമസ്തയുടെ വേദിയിൽ കൂടി എത്തിയിരിക്കുന്നുവല്ലോ എന്ന ചോദ്യത്തിന് എല്ലാ സമുദായത്തെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് തന്റെ മുൻഗാമികൾ ചെയ്തിട്ടുള്ളത്. അത് താനും പിന്തുടരുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് കോൺഗ്രസിനും ഒപ്പം തന്നെ UDFനും അത്യാവശ്യമാണ്. അത് താൻ നിറവേറ്റുന്നു എന്നുള്ളത് കൂടിയാണ്. അതായത് കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. ഇപ്പോൾ ഈ നേതൃമാറ്റ ചർച്ചയൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് സമസ്തയുടെ മുസ്ലിം ലീഗിന്റെ ഒരു സ്വീകാര്യത ഉറപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടുള്ള ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ജാമിയ നൂരിയയുടെ സെക്ഷനിൽ അദ്ദേഹം ഉദ്ഘാടകനായി സംസാരിച്ചത്. ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ മുഴുവനായും വാനോളം പാണക്കാട് തങ്ങൾമാരെയൊക്കെ പുകഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതായത് ഈ സമാധാനത്തിന്റെ ദൂതുമായി പോകുന്നു, ഒപ്പം തന്നെ ഐക്യം ഉറപ്പിക്കാനും ഒപ്പം തന്നെ മാർപ്പാപ്പയെ പോലുള്ളവരെയൊക്കെ കാണുന്നതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്നു. അത്തരം കാഴ്ചകൾ തന്നെ വലിയ സന്തോഷം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ SKSSFന്റെ ജാമിയ ഇസ്ലാമിയ ഉദ്ഘാടനം രമേശ് ചെന്നിത്തല തന്നെയാണ്. അത് ഈ മാസം 11-ാം തീയതി നടക്കാനിരിക്കെയാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച നടക്കുന്നതും വലിയൊരു രാഷ്ട്രീയ നീക്കം കോൺഗ്രസിന്റെ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ ജാമിയ നൂരിയയിലെ ചടങ്ങിന് ശേഷം KMCC നേതാവിന്റെ വീട്ടിൽ കൂടിക്കാഴ്ച നടന്നു. ലീഗ് നേതാക്കൾ അതിൽ പങ്കെടുത്തു. അതിനുശേഷം രമേശ് ചെന്നിത്തല പറഞ്ഞത് മുസ്ലിം ലീഗ് എക്കാലവും തന്നോടൊപ്പമുണ്ട്, ഇനിയും അങ്ങനെ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. വിപിൻ C. വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്ന്.